ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 19 വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ. 1870 പയസ് 9 മാർപ്പാപ്പയാണ് വിശുദ്ധ യൗസേപ്പിതാവിനെ സാർവത്രിക സഭയുടെ മധ്യസ്ഥനായിട്ട് പ്രഖ്യാപിച്ചത്. ജോൺ 23 മാർപ്പാപ്പയാണ് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധൻ്റെ നാമം ഉൾപ്പെടുത്തിയത്. സിറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെ പേരിനൊപ്പം നീതിമാനായ മാർ യൗസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമം പ്രത്യേകം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം, ഇതിനു മുമ്പ് വിശുദ്ധ യൗസേപ്പിതാവിനെ സിറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയിൽ ഓർത്തിരുന്നില്ല എന്നല്ല, മറിച്ച് നമ്മുടെ പിതാവായ മാർ തോമാസ് സ്ലീഹായുടെ ദുഃഖ്രാനയോട് ഓർമ്മയോട് ചേർത്ത് വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ എന്ന് പുരോഹിതൻ പറഞ്ഞുകൊണ്ട് എല്ലാ വിശുദ്ധരെയും വിശുദ്ധ കുർബാനയിൽ ഓർക്കുന്നു. എന്നാൽ ഇപ്പോൾ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമം പ്രത്യേകം തക്സയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുവഴി ആ വിശുദ്ധനെ പ്രത്യേകം ഓർത്ത് ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നു. നല്ല കാര്യം. അതുപോലെ മരിച്ചുപോയ നമ്മുടെ സഹോദരങ്ങളെയും ജീവിച്ചിരിക്കുന്നവരുടെയും ദുഃഖ്രാന വിശുദ്ധ കുർബാനയിൽ ആചരിക്കുന്നു. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധനെക്കുറിച്ചുള്ള പുതിയ ചിന്തകളൊന്നും എൻ്റെ ചിന്തയിലില്ല. നാം ധ്യാനിച്ചതും കേട്ടതുമായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് മാത്രമേ എനിക്ക് ആവർത്തിക്കുവാനുള്ളൂ. വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ചുള്ള 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വിചിന്തനം സംഗ്രഹിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദ ഫസ്റ്റ്, സെയിൻറ്റ് ജോസഫ് ദ ജസ്റ്റ് മാൻ. ആദ്യത്തേത്, വിശുദ്ധ യൗസേപ്പ് ഒരു നീതിമാനായിരുന്നു. ദ സെക്കൻഡ്, സെയിൻറ്റ് ജോസഫ് ദ മാൻ ഓഫ് സൈലൻസ്. രണ്ടാമത്തേത്, വിശുദ്ധ യൗസേപ്പ് നിശബ്ദതയുടെ ഒരു മനുഷ്യനായിരുന്നു. ദ തേർഡ്, സെയിൻറ്റ് ജോസഫ് ദ മാൻ ഓഫ് പ്രൊട്ടക്ഷൻ. മൂന്നാമത്തേത്, സംരക്ഷകൻ, കൂടെയുള്ളവരെ ഒരു സംരക്ഷണ വലയത്തിൽ കൊണ്ടു നടന്നവൻ. നീതി, നിശബ്ദത, സംരക്ഷണം. കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് ധ്യാനിക്കാം. ആദ്യമായിട്ട്, വിശുദ്ധ യൗസേപ്പ് നീതിമാനായിരുന്നു. രക്ഷാചരിത്രത്തിലെ നീതിമാൻ ആരാണ്? വിശുദ്ധ ഗ്രന്ഥങ്ങളിലെ നീതിമാൻ ആരാണ്? ജീവിതത്തിലെ സന്തോഷകരവും ദുഃഖകരവുമായ സംഭവങ്ങൾക്കിടയിലും ആമേൻ പറയുന്നവനാണ് നീതിമാൻ. ഞാൻ ആവർത്തിക്കുന്നു, ജീവിതത്തിലെ സന്തോഷകരവും ദുഃഖകരവുമായ സംഭവങ്ങൾക്കിടയിലും ആമേൻ പറയുന്നവനാണ് നീതിമാൻ. നീതിമാൻ വിശ്വസിക്കുന്നവനും വിശ്വാസമുള്ളവനുമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവചനം നാം ഇപ്രകാരം വായിക്കുന്നു: നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അങ്ങനെ ദൈവകരങ്ങളാൽ
നയിക്കപ്പെട്ടവനാണ് വിശുദ്ധ ഔസേപ്പ് പിതാവ്. കാരണം അവൻ നീതിമാനായിരുന്നു. നാമും നീതിമാനായി ജീവിച്ചാൽ നാമും ദൈവകരങ്ങളാൽ നയിക്കപ്പെടും. മാനുഷികമായി നോക്കിയാൽ എല്ലാം വിശുദ്ധ ഔസേപ്പ് പിതാവിന് എതിരായിരുന്നു. സ്വപ്നത്തിലൂടെയാണ് പലതും ദൈവം വിശുദ്ധ ഔസേപ്പ് പിതാവിന് കാണിച്ചു കൊടുക്കുന്നത്. സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി സ്വയം തീരുമാനമെടുക്കണം. നാമും എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നു. നമുക്ക് സ്വപ്നത്തെ ആസ്പദമാക്കി ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നുണ്ടോ? വിവേചിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നീതിമാനായി നാം ജീവിച്ചാൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു കൃപ നമുക്ക് ലഭിക്കും. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തീരുമാനങ്ങൾ അവൻ ജീവിക്കുന്ന യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുക എന്നതായിരുന്നു. നാമും നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ച് ദൈവത്തിൻ്റെ കരം പിടിച്ച് നടന്നാൽ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും നല്ല തീരുമാനങ്ങളെടുത്ത് പ്രത്യാശയോടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്കും സാധിക്കും. ഒരു പുരുഷനെന്ന നിലയിൽ, ഒരു ഭർത്താവെന്ന നിലയിൽ, ഒരു പിതാവെന്ന നിലയിൽ, ഒരു കരകൗശല വിദഗ്ധനെന്ന നിലയിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജോസഫ് വിശ്വാസമുള്ളവനായിരുന്നു. അവൻ നീതിമാനായിരുന്നു. സ്വയം നമുക്കും ചോദിക്കാം, നമ്മൾ നീതിമാന്മാരാണോ? ഞാൻ നീതിമാനാണോ? രണ്ടാമതായിട്ട് വിശുദ്ധ ഔസേപ്പ് നിശബ്ദതയുടെ ഒരു മനുഷ്യനായിരുന്നു. ഒന്നും പറയുന്നില്ല. കാരണം മാംസമായി മാറുന്ന, മനുഷ്യനായി മാറുന്ന, സാന്നിധ്യമായി മാറുന്ന വചനത്തിൽ അവൻ വിശ്വസിക്കുന്നു. മറിച്ച് ഒന്നും ചോദിക്കുന്നില്ല, പറയുന്നില്ല. വചനത്തെ അക്ഷരം പ്രതി അനുസരിക്കുന്നു, ദൈവത്തെ അനുസരിക്കുന്നു. ശാന്തമായി നിശബ്ദമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തു ഭംഗിയായി കാര്യങ്ങൾ നടക്കുന്നുവെന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നാം എന്താണ് ചെയ്യുന്നത്? ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, കേൾക്കുമ്പോൾ പലപ്പോഴും സ്വയം ന്യായീകരിച്ച് മറ്റുള്ളവരെ പഴിചാരി നാം പലപ്പോഴും കോപിക്കുകയും അരിശപ്പെടുകയും ഒക്കെ ചെയ്യുന്നില്ലേ? സ്വയം ഒന്ന് അവലോകനം ചെയ്യാം. വിശുദ്ധ ഔസേപ്പ് പിതാവിനെ പോലെ നിശബ്ദമായി ശാന്തമായി സംവാദിക്കുന്നവരാകാം. മൂന്നാമതായിട്ട് വിശുദ്ധ ഔസേപ്പ് ഒരു സംരക്ഷകൻ ആയിരുന്നു. ജോസഫ് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നു. കുടുംബത്തെ പ്രതി ഉത്തരവാദിത്തമുള്ള ഒരു കുടുംബനാഥൻ. ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സഭയുടെ സംരക്ഷകനായി, സഭയാകുന്ന കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഇടവകയാകുന്ന ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ ഭംഗിയായി ചെയ്യാമെന്ന് സഭാധികാരികൾക്ക്, വൈദികർക്ക്, സന്യസ്തർക്ക്, കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഒക്കെ ഒരു മാതൃകയായി വിശുദ്ധ ഔസേപ്പ് പിതാവ് ഇന്നും ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഔസേപ്പ് പിതാവിനെ അനുകരിക്കാം. ഈ തിരുനാൾ അർത്ഥപൂർണമാക്കാം. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം വഴി ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമർത്ഥമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.